ഒന്നാമതായിട്ടുള്ള കാര്യം സ്കൂളും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പരമാവധി ഒരു 5 കിലോമീറ്റർ റേഡിയസിനകത്തുള്ള ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരുപാട് സമയം യാത്ര ചെയ്തും തളർന്ന് ക്ഷീണിച്ചൊക്കെ ആയിരിക്കും തിരിച്ച് വീട്ടിൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം സ്കൂളിൻ്റെ ആ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ വൃത്തിയുള്ള ക്ലാസ് മുറികളായിരിക്കണം, ബാത്റൂമൊക്കെ വൃത്തിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ താഴത്തെ നിലയിലായിരിക്കണം. മതിലും ഉണ്ടോ, CCTV ക്യാമറ, ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം അത്യാവശ്യമുള്ളതാണ്. കളിസ്ഥലം ആവശ്യത്തിനുണ്ടോ. മൂന്നാമത് ടീച്ചേഴ്സിൻ്റെ കാര്യം. അപ്പം ടീച്ചേഴ്സിന് നല്ല പ്രവൃത്തി പരിചയം ഉണ്ടാവണം. പെട്ടെന്ന് ടീച്ചേഴ്സ് മാറി വരുന്ന ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളത് സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോയാണ്. പരമാവധി ഒരു 20-30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന കണക്കിലുള്ള സ്കൂൾ വേണം എപ്പോഴും തിരഞ്ഞെടുക്കാൻ. ഒത്തിരി കുട്ടികളാവുമ്പോൾ ടീച്ചേഴ്സിന് ആ ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. സ്കൂളിലെ അധികൃതർ അപ്രോച്ചബിൾ ആണോ, നമുക്കൊരു കാര്യം പോയി പറയാൻ പറ്റുന്നവരാണോ, അതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. പഠിത്തം മാത്രമല്ലല്ലോ, നമുക്ക് ഒരുപാട് പാഠ്യേതര വിഷയങ്ങളിലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ ബഡ്ജറ്റാണ്. ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മുടെ പേഴ്സ് കീറി പോകുന്ന ഒരു സ്കൂളാണെങ്കിൽ കുട്ടികളെ അവിടെ ചേർക്കാതിരിക്കുക. പിന്നെ അവിടെ പഠിച്ച കുട്ടികളുടെ പേരൻസുമായിട്ട് നിർബന്ധമായും നിങ്ങൾ സംസാരിച്ച് നോക്കണം. അത് നേരിട്ട് പോയി സ്കൂൾ കാണുകയും നല്ലൊരു വൈബൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുട്ടികളെ അവിടെ ചേർക്കുക.